അപ്പോൾ എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം എന്നത് മാത്രമല്ല, ആദ്യം പരിഗണിക്കുന്നത് ശബരിമല വിഷയമാണ്. അതിൽ സംസ്ഥാന സർക്കാരും നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരും അറിയിക്കണം. കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കും എന്നുള്ള വാദമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സ്വാഭാവികമായും ശബരിമല സംസ്ഥാനത്തുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ ഉറപ്പായിട്ടും ചോദിക്കുമെന്നുള്ളതാണ്. അത് 1 മാസത്തിനകം തന്നെ വാദം എഴുതി നൽകണം എന്നുള്ള കാര്യം കോടതി പറയുന്നുണ്ട്. ഏപ്രിൽ തന്നെ വാദം തീർക്കുമെന്ന് കൂടിയാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. സുനിൽ, സ്മൃതി, ഇപ്പോൾ അഭിഭാഷകനായ കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി സുപ്രീം കോടതി ഈ കേസിൽ നിയമിച്ചിരിക്കുകയാണ്. കോടതിയെ സഹായിക്കാനായി ഈ കേസിൽ അമിക്കസ് ക്യൂറിയായി കെ പരമേശ്വരനെ ഇപ്പോൾ നിയമിച്ചുകൊണ്ട് സുപ്രീം കോടതി തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഹർജിക്കാരൊക്കെ തന്നെ നൽകുന്ന വാദങ്ങൾ, രേഖാമൂലം നൽകുന്ന വാദങ്ങൾ ക്രോഡീകരിച്ച് സുപ്രീം കോടതിയെ അറിയിക്കുക എന്ന ചുമതലയായിരിക്കും അമിക്കസ് ക്യൂറിയായ കെ പരമേശ്വരനുള്ളത്. ഏപ്രിൽ അവസാനത്തേക്ക് ഈ കേസ് മാറ്റണം എന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതിയിൽ. പക്ഷേ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. ഏപ്രിൽ മാസത്തിനകം തന്നെ കേസിലെ വാദം കേൾക്കൽ പൂർത്തിയാക്കും എന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ കേസിന്റെ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി എടുത്തിരിക്കുന്നു. മാത്രമല്ല, ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കാനായി അമിക്കസ് ക്യൂറിയായി ഇപ്പോൾ അഭിഭാഷകനായ കെ പരമേശ്വരനെ സുപ്രീം കോടതി നിയമിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നു. കേസിലെ വാദം കേൾക്കൽ ഏപ്രിൽ മാസത്തിനകം പൂർത്തിയാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വേഗത്തിൽ, വളരെ പെട്ടെന്ന് ഈ കേസിന്റെ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനും തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു നിലപാടൊക്കെ തന്നെ എടുക്കേണ്ടി വരും. ഏതായാലും തൽക്കാലം ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയില്ല. ഈ നിലപാടിന്റെ കാര്യത്തിൽ 7 ചോദ്യങ്ങളിൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലപാട് പറയാതെയുള്ള ഒരു മറുപടി വേണമെങ്കിൽ നൽകാം. പക്ഷേ എപ്പോഴും രാഷ്ട്രീയമായ ചോദ്യം സർക്കാരിന് നേരെ ഉയരും. എന്താണ് പുതിയ നിലപാട് എന്ന കാര്യത്തിൽ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരാം. ഏതായാലും ഇക്കാര്യത്തിൽ എന്ത് മറുപടിയായിരിക്കും സർക്കാർ പറയാൻ പോകുന്നത് എന്നത് തീർച്ചയായും രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായും കോടതിയിൽ നിന്ന് ഏത് ചോദ്യമുണ്ടായാലും സർക്കാരിന് മറുപടി പറഞ്ഞേ മതിയാകൂ. അപ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഏതെങ്കിലും ഒരു ജഡ്ജി എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് ചോദിച്ചാൽ സർക്കാരിന് പറയേണ്ടി വരും. പക്ഷേ അത് തൽക്കാലം ഒരു വാദമായി നൽകേണ്ട കാര്യം ഭരണഘടനാപരമായി, നിയമപരമായി തൽക്കാലം നിലനിൽക്കുന്നില്ല ഈ വാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. പക്ഷേ എങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വെല്ലുവിളി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി 9-അംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കാനിരിക്കുന്നു. ഈ 9-അംഗ ബെഞ്ചിലേക്ക് ആരൊക്കെ വരും എന്നുള്ള കാര്യം ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനിക്കുക. കെ പരമേശ്വരായിരിക്കും അമിക്കസ് ക്യൂറിയായി വരിക. ഏറ്റവും ആദ്യം വാദം കേൾക്കുക ശബരിമലയിൽ തന്നെയാണ് എന്നുള്ള കാര്യം ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നുണ്ട്. കാര്യങ്ങൾ വൈകിയത് കോവിഡ് കാരണമാണ് എന്ന ഒരു ഖേദപ്രകടനം കൂടി ചീഫ് ജസ്റ്റിസ് നടത്തുന്നുണ്ട്. സുപ്രീം കോടതി വാദം കേൾക്കുന്ന തീയതികൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരികയാണ്. ഏപ്രിൽ 7, 8, 9 തീയതികളിലാണ് വാദം കേൾക്കുക. സുനിൽ, വിശദാംശങ്ങൾ, ഏതൊക്കെ ദിവസം വാദം കേൾക്കും എന്നുള്ള കാര്യം, എപ്പോഴാണ് ഇത് അവസാനിക്കുക എന്നുള്ള കാര്യം ഒക്കെ തന്നെയും കോടതി വ്യക്തമാക്കുന്നു. സ്മൃതി, ഏതായാലും ഇപ്പോൾ ഈ വാദം കേൾക്കുന്ന സമയക്രമം കൂടി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 7, 8, 9 തീയതികളിലാണ് ഇപ്പോൾ ഹർജിക്കാരുടെ വാദം കോടതി കേൾക്കുക. ഏപ്രിൽ 14, 15, 16 തീയതികളിൽ അതിന്റെ മറുപടി വാദം കേൾക്കും. ഏപ്രിൽ 22-ന് അവസാന ഘട്ട വാദവും കേൾക്കും. അങ്ങനെ ഏപ്രിൽ മാസത്തിനകം തന്നെ ഈ കേസിന്റെ വാദം കേൾക്കൽ പൂർത്തിയാക്കാനുള്ള ഒരു ഷെഡ്യൂൾ സുപ്രീം കോടതി തയ്യാറാക്കുകയാണ്. സാധാരണ അങ്ങനെ ഒരു സമയക്രമം തീരുമാനിക്കാറില്ല. സാധാരണ 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് കേസ് തീർക്കാം എന്നൊക്കെയാണ് സാധാരണ വലിയ കേസുകളിലൊക്കെ തന്നെ കോടതി പറയുക. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി അതിന്റെ ഒരു ഷെഡ്യൂൾ കോടതി തയ്യാറാക്കിയിരിക്കുന്നു. അതുപ്രകാരം ഏപ്രിൽ 7, 8, 9 3 ദിവസം മാത്രമാണ് ഹർജിക്കാർക്ക് കോടതിയിൽ വാദങ്ങൾ നിരത്താനുള്ള സമയം എന്നത്. അതിനുശേഷം 14, 15, 16 എന്നത് ഈ കേസിൽ മറുപടി വാദം നൽകാനുള്ള സമയമാണ്. കേന്ദ്ര സർക്കാരിനൊക്കെ തന്നെ വാദിക്കാനുള്ള സമയമാണ്. അതിനുശേഷം കേസിൽ ഏപ്രിൽ 22-ന് അന്തിമവാദം കേൾക്കൽ കൂടി നടക്കും. അങ്ങനെ വെറും 7 ദിവസം മാത്രമാണ് ഏതായാലും ശബരിമലയിലെ ഈ ഭരണഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ സിറ്റിംഗ് നടക്കുക, വാദം കേൾക്കൽ നടക്കുക. അപ്പോൾ ഏപ്രിൽ 22-ന് കേസിൽ വാദം കേൾക്കൽ പൂർത്തിയാകും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഏപ്രിൽ 7-ന് തുടങ്ങി ഏപ്രിൽ 22-നകം കേസിലെ വാദം കേൾക്കൽ പൂർത്തിയാക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. അതിന്റെ സമയക്രമവും ഇപ്പോൾ സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയാണ്.
വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 7, 8, 9 തീയതികളിലാണ് സുപ്രീം കോടതി വാദം കേൾക്കുക. ഏപ്രിൽ 14, 15, 16 തീയതികളിലും വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏപ്രിൽ 22-നാണ് അവസാനഘട്ട വാദം കേൾക്കലുണ്ടാവുക. ഏപ്രിൽ 22-ന് തന്നെ വാദം കേൾക്കുന്നത് പൂർത്തിയാകും. അതായത് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ വിഷയങ്ങളിൽ ഒരു അന്തിമ തീരുമാനം കോടതി എടുത്തിരിക്കുന്നു. ഒരു വിധി പ്രഖ്യാപിക്കലിലേക്ക് കോടതി എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്.